വിലാപയാത്രാ വാഹനത്തിന്റെ ഇരുവശവും തുറന്നു വെച്ചിരിക്കുന്ന ജനാലയിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണുമ്പോൾ അവർ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. VSന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ പട്ടം പിന്നിട്ട് കേശവദാസപുരത്തേക്ക് എത്തുകയാണ്. റോഷിപാൽ, ഓരോ ഇടങ്ങളിലും പോകുന്നതിന് 15 മുതൽ 45 മിനിറ്റ് വരെ സമയമെടുത്താണ് വളരെ പതിയെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ദർബാർ ഹാളിൽ നിന്ന് 2:15 തുടങ്ങിയ വിലാപയാത്ര 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ പട്ടത്തെത്തിയിട്ടേ. സുജി, അങ്ങനെ തന്നെയാണ്. കാരണം വളരെ വേഗത കുറഞ്ഞാണ് ഈ യാത്ര. കാരണം റോഡിനിരുവശത്തും VSനെ സ്നേഹിക്കുന്ന, VSനെ നെഞ്ചേറ്റുന്ന ഒട്ടേറെ പേരുണ്ട്. അവർ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അതുകൊണ്ടാണ് VSനെയും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര വേഗത കുറച്ച് കടന്നു പോകുന്നത്. അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലും, നേരത്തെ പാർട്ടി നിശ്ചയിക്കാത്ത കേന്ദ്രങ്ങളിലടക്കം ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ട് VSനെ. അത്രമേൽ കേരള ജനത VSനെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായി നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഏതായാലും ഈ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്നും തുടങ്ങിയ ഈ യാത്ര ഇതേറെ ദൂരം പിന്നിട്ടില്ല. പട്ടത്ത് എത്തിയിട്ടേയുള്ളൂ. പട്ടം ജംഗ്ഷൻ പിന്നിടുന്നേയുള്ളൂ. ഇനിയും ഏറെ ദൂരം പിന്നിടാനുണ്ട്. അവിടെയൊക്കെ ആളുകൾ കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം പട്ടത്ത് നിന്ന് കേശവദാസപുരത്തേക്കുള്ള വഴിയാണ്. ഈ വഴിയുടെ ഇരുവശവും കാത്തു നിൽക്കുന്നവരിൽ ഈ സമര പോരാളിയുടെ ഓർമ്മകളിൽ വിതുമ്പുന്ന മനുഷ്യരുണ്ട്. സ്ത്രീകളും കൊച്ചുകുട്ടികളും പ്രായമായവരുമടക്കം വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ, പല ശ്രേണിയിൽപ്പെട്ട മനുഷ്യർ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം നേതാവായിരുന്നില്ല, ഒരു ജനസഞ്ചയത്തിന്റെ നേതാവായിരുന്നു, ഒരു സമൂഹത്തിന്റെ കാവലാളായിരുന്നു VS എന്ന് അടയാളപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ പട്ടം പിന്നിടുമ്പോൾ കാണുന്നത്. ആ വാഹനം കടന്നുപോകുന്നതിന്റെ ഇരുവഴികളിലും കേരളത്തിന്റെ കാവലാൾ നഷ്ടപ്പെടുന്നു എന്ന സങ്കടം വിതുമ്പിക്കൊണ്ട് പറയുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അനീതിക്കും അസമത്വത്തിനുമെതിരെ പ്രായം മറന്ന് VS നടത്തിയ സമര പോരാട്ടങ്ങളെ അനുസ്മരിക്കുകയാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇതുപോലൊരു നേതാവ് ഇനിയുണ്ടാകുമോ? അവസാനമായി കണ്ടു വിട പറയേണ്ടതല്ലേ ഞാൻ? ആ ഒരു തോന്നലാകാം ഓരോരുത്തരെയും ആ വിലാപയാത്രാ വാഹനത്തിനടുത്തേക്ക് എത്തിക്കുന്നത്. ദർബാർ ഹാളിൽ വന്ന് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയവർ ഈ വാഹനം കടന്നുപോകുന്ന പാതയുടെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയാണ്. മുഷ്ടി ചുരട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ VS ഉണ്ടായിരുന്നെങ്കിൽ കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങൾ ഉയർത്തിയേനെ എന്ന് പറയുന്നവരുണ്ട്. എല്ലാ പ്രതികരണങ്ങളിലും ഒരു പോരാളിയുടെ മുഖമായിരുന്നു. ജീവിച്ചു തീർത്തത് പോരാട്ടത്തിന്റെ ഒരു ജീവിത പർവ്വമാണ്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട സമരങ്ങളോട് സമരസപ്പെടാത്ത, ഉത്തരവാദിത്തങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, കാർക്കശ്യത്തോടെ എന്തും തുറന്നു പറയുന്ന പ്രിയപ്പെട്ട നേതാവിന് വിട നൽകുകയാണ് കേരളമൊന്നാകെ. പ്രത്യേകം തയ്യാറാക്കിയ പുഷ്പാലങ്കൃതമായ ബസ് ഇപ്പോൾ പട്ടം പിന്നിട്ട് കേശവദാസപുരത്തേക്കുള്ള യാത്രയിലാണ്. വിപ്ലവ നായകന്റെ പിറന്ന മണ്ണിലേക്കുള്ള അവസാന യാത്രയാണ് നമ്മൾ കാണുന്നത്. കണ്ണേ കരളെ VSയെ ഇല്ലാ നമ്മൾ പിരിയുന്നില്ല മുദ്രാവാക്യം മുഴക്കുകയാണ് അനന്തപുരി. പ്രിയ സഖാവിന് മനസ്സില്ലാ മനസ്സോടെ വിടയേകുകയാണ് അനന്തപുരി. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഷിപാൽ, പൊതുദർശന വേളയിൽ നമ്മൾ കണ്ട മനുഷ്യരെല്ലാം ഇപ്പോൾ ആ വിലാപയാത്രാ വാഹനത്തിന് ചുറ്റും നടക്കുകയാണ്. VSന്റെ ജന്മനാട്ടിലേക്കുള്ള യാത്രയിൽ വാഹനങ്ങളിൽ അനുഗമിക്കുന്നവരുണ്ട്. അതോടൊപ്പം ആ വിലാപയാത്രാ വാഹനത്തിനൊപ്പം മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നവരെയും നമ്മൾ കാണുകയല്ലേ. സുജി, അങ്ങനെയാണ്. കാരണം നമ്മൾ ഇന്നലെ മുതൽ കാണുന്ന ഒട്ടേറെ പേരുണ്ട്. അവർ ഇപ്പോഴും നെഞ്ചു വിടച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കണ്ണേ കരളേ VSയെ. അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു VS. അവർക്ക് മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള നിരവധി മനുഷ്യർക്ക് VS അത്രമേൽ പ്രിയങ്കരനായിരുന്നു. അവരുടെ നെഞ്ചിൽ VSന് ഒരു ഇടമുണ്ടായിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ അവർ VS അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് കണ്ടത്. അങ്ങനെയാണ് VSന്റെ ഓരോ ഇടപെടലും. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ നടക്കുകയാണ് ഈ വാഹനത്തിനൊപ്പം എത്ര ദൂരം വേണമെങ്കിലും അവർ VSന്റെ ഓർമ്മകളുമായി ഇങ്ങനെ നടന്നു നീങ്ങും. അവർക്കൊരു ക്ഷീണവും ഉണ്ടാകില്ലെന്ന് അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വ്യക്തമാണ്. സുജയ, VS എന്ന രണ്ടക്ഷരത്തിന്റെ പൂർണ്ണത അത് ഓരോരുത്തരും വായിച്ചെടുത്തത് പലതരത്തിലാണ്. പാർട്ടിക്കകത്തെ തീവാറുന്ന പോരാട്ടങ്ങൾ, മറ്റ് വിഷയങ്ങളിൽ നടത്തിയ പോരാട്ടങ്ങൾ, അങ്ങനെ പലതരങ്ങളിലുള്ള പരിവേഷങ്ങൾ ഒരു ജനനായകനുണ്ടെങ്കിൽ ആ ജനനായകന്റെ പേരൊന്നു മാത്രം, VS അച്യുതാനന്ദൻ. എപ്പോഴും വിക്ഷുബ്ധമായ തിരമാലകളുള്ള ഒരു കടൽ പോലെയായിരുന്നു VS. ഇടപെടുന്ന വിഷയങ്ങൾ മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ഓരോ വിഷയങ്ങളിലും ഒരു പോരാളിയെ പോലെ അദ്ദേഹം ഇറങ്ങിച്ചെന്നിടപെട്ടു. അതുകൊണ്ട് തന്നെ പോരാട്ടങ്ങളുടെ നായകനെ കാണാൻ, അവസാനമായി അദ്ദേഹത്തോടൊന്ന് വിട പറയാൻ പട്ടത്ത് ഇപ്പോൾ ജനങ്ങൾ അത്രത്തോളം ദുഃഖമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി എന്താണെന്നുള്ള ഒരു നമുക്കില്ല. അത്ര ദുഃഖമാണ്. കേരളക്കാരെ ആകെ ദുഃഖമാണ്. VSനെ പോലെ ഒരു ജനനായകൻ ഇനി കേരളത്തിലുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. മറ്റൊന്നും സംസാരിക്കാനില്ല. കാരണം അത്രയും ദുഃഖത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ആ നല്ല സഖാവിനെ ഇന്നും ഞങ്ങൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജനനായകനാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ മൊത്തത്തിലും ജനനായകനാണ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. നമുക്കൊരു ജനനായകൻ കൂടിയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഇതുപോലൊരു സഖാവ് ഇനിയും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഉണ്ടാകുമെന്ന് ഒരു സംശയമാണ്. അത് നമുക്കൊരു വളരെ നഷ്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ആ ഒരു നഷ്ടത്തെ നികത്താൻ ഇനി ഇതുപോലെ ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും ഒത്ത് സഹകരിച്ചാൽ ഉണ്ടാക്കണം. അതാണ് ആവശ്യം. നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ തന്നെ ഞങ്ങളെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ച ഒരു വ്യക്തിയാണ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം 1945 പാർട്ടി രണ്ടായി പിരിഞ്ഞ സമയത്ത് 32 അംഗങ്ങളെയും കൊണ്ട് ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്നിട്ട് അവസാനത്തെ കണ്ണിയാണ് ഞങ്ങളുടെ വി.എസ്. ഏതുകൊണ്ട് എന്തുകൊണ്ടും ഞങ്ങൾ അദ്ദേഹം തന്നെയാണ് ഞങ്ങളെ വിപ്ലവ സൂര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. അത് ഇന്നും മരിച്ചാലും അങ്ങനെ തന്നെയാണ്. മരിക്കുവോളം ഞങ്ങളുടെ ഈ പാർട്ടി ചെങ്കൊടി പിടിക്കുന്നിടത്തോളം കാണാൻ അത് തന്നെയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ സൂര്യന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുളത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ഒരു കൂടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എവിടെ ഒരു ഉദ്ഘാടനത്തിന് എവിടെ വന്നാലും പോകാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെയാണ് ഇന്നത്തെ ഈ മകളെ എന്ന് പറയുന്ന ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ സഖാവിൻ്റെ ഒരു ധീരതയ്ക്ക് മുന്നിൽ ഞങ്ങൾ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്ത ദിശയിലേക്ക്, അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഓരോ വഴിയിലും ഈ വഴിത്താരയിൽ രണ്ടു വശത്തുമായി ആൾക്കൂട്ടം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്നവർക്കിടയിലൂടെ വി.എസ്. തന്നെ അന്ത്യയാത്ര നടത്തുന്നു. ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ടി.വി. പ്രസാദുണ്ട്. ടി.വി. പ്രസാദ്, എങ്ങോട്ടാണ് അടുത്ത ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷൻ കേശവദാസപുരമാണ്. റോഡരികിലേക്ക് വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പാളയത്തു നിന്ന് തുടങ്ങി അടുത്ത ജംഗ്ഷനായ PMGയിലേക്ക് എത്തുമ്പോഴേക്ക് ആളുകളുടെ എണ്ണം കൂടി. PMGയിൽ നിന്ന് പ്ലാമൂടെത്തുമ്പോഴേക്ക് ആളുകൾ കൂടുന്നു. ആ പട്ടത്തെത്തുമ്പോഴേക്ക് അതിലും ആളുകൾ കൂടി. ഇപ്പോൾ നമുക്ക് റോഡിൽ കാണാം, ഇരുഭാഗങ്ങളിലും വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ്. എവിടേക്കും ആർക്കും പോകാൻ പറ്റുന്നില്ല. വലിയ ജനക്കൂട്ടം വി.എസിനെ അവസാനമായി കാണാനെത്തുമ്പോൾ ഈ 9 മണി എന്നുള്ളത് രാവിലെ 9 മണിയാകുമോ എന്ന സംശയമാണ് രഞ്ജിത്തുള്ളത്. തീർച്ചയായിട്ടും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരന്, ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ജനകീയനായ ഒരു നേതാവിന് തിരുവനന്തപുരം ജില്ല അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകുകയാണ്. സംഘടനാപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ജനകീയനായ ഒരു നേതാവിന് കൊടുക്കുന്ന ഏറ്റവും നല്ല യാത്രയയപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ യാത്രയയപ്പ് കണ്ടിട്ടുണ്ട്. നേരത്തെ നായനാരും EMSൻ്റെയും ഒക്കെ യാത്രയയപ്പുകൾ കേരളം കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു യാത്രയയപ്പാണ് ഇപ്പോൾ വി.എസിന് നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയും വി.എസും തമ്മിൽ വലിയ ബന്ധമുണ്ട് അർജുൻ. ആലപ്പുഴ എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം എല്ലാം ആരംഭിച്ച മണ്ണാണ് ആലപ്പുഴ. തീർച്ചയായിട്ടും. അതായത് വി.എസ്. തലസ്ഥാന നഗരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള മടക്കയാത്രയാണ്. എത്രമാത്രം വലിയ ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു വി.എസ്. ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഏറ്റവും പ്രധാനമായി വി.എസ്. രഞ്ജിത്ത് വലിയ രീതിയിൽ, അതായത് ശംഖുമുഖം കടപ്പുറത്ത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ളത്. അതായത് കടലിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഏതൊരാൾക്കും അത്ര ഒരു തിരമാലയായി മാറാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ജനസഞ്ചയം കാണുമ്പോൾ ആ പ്രസ്താവന മറിച്ചൊന്ന് മാറ്റാൻ തോന്നുന്നു. അതായത് തിരമാലയാകുമ്പോൾ, അതായത് കടലിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വി.എസിൻ്റെ കൊടുങ്കാറ്റ് കൂടി ആഞ്ഞടിക്കുമ്പോഴാണ് അതൊരു വലിയ തിരമാലയായി മാറുന്നത് എന്നുള്ളതാണ്. ആ തിരമാലയാണ് നമുക്ക് ഈ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര ആൾക്കൂട്ടമാണ്, എത്ര ആളുകളാണ് കാണാൻ വരുന്ന ഓരോരുത്തർക്കും. അതായത് ബസ്സിൽ പോലും ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ കാണാൻ വരുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളുണ്ട്. തീർച്ചയായിട്ടും. അമ്മ, വി.എസിനെ എങ്ങനെയാണ് വി.എസിനെ ഓർമ്മിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരാളായിരുന്നു എന്നുള്ളൊരു ഓർമ്മയുണ്ട്. വി.എസിനൊക്കെ കണ്ടിട്ടുണ്ട്? ഇല്ല, കണ്ടിട്ടില്ല. കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. പുറത്തിട്ടിരുന്നതാണ്. പക്ഷേ ഇതാ കയ്യും കാലും പുറത്തിട്ട് വി.എസിനെ കാണാൻ വിചാരിച്ചു കേട്ടോ. വി.എസിൻ്റെ സമരവീര്യം
പ്രിയപ്പെട്ട ഒരു നേതാവ് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അർജുൻ, ഇതൊരു കാഴ്ച തന്നെയാണ്. അതായത് ബസ്സുകളിൽ നിന്ന് പുറത്തേക്ക് ഒരു നോക്ക് അവസാനമായി കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇതിലുള്ളത്. VS രഞ്ജിത്ത്, ഇത് കണ്ടോ? ബസ്സിൻ്റെ അരികിൽ കണ്ടോ? ഓരോരുത്തരും ബസ്സിൽ നിന്നും മാത്രമല്ല, ഈ നോക്കൂ, ഓരോ കടകളിൽ നിന്നും ഓരോ കെട്ടിടങ്ങളിൽ നിന്നുമൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ആളുകൾ താഴോട്ട് ഇറങ്ങി വരികയാണ്. അവർക്കൊക്കെ ഓരോരുത്തർക്കും VSനെ ഒരു നോക്കം കാണുക, ഒരു നോക്ക് കാണുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഒരു നോക്ക് കാണുക തന്നെയാണ്. അവർ ഓരോരുത്തരും കണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ് ഒരല്പം വേഗതയിലേക്ക് പോകുന്നു. TV പ്രസാദ്, ഇപ്പോൾ അല്പം വേഗത്തിൽ പോയില്ലെങ്കിൽ അടുത്ത കേശവദാസപുരത്ത് എത്താൻ അല്പം വൈകും. അതുകൊണ്ട് ആ യാത്ര അങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയല്ല, ഒരല്പം വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഈ തിരുവനന്തപുരം ജില്ല വിട്ട് കൊല്ലം കടക്കണം, കൊല്ലം കടന്ന് ആലപ്പുഴയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ആ ദൂരം മുഴുവൻ താണ്ടുമ്പോഴേക്കും രാത്രി 9 മണി എന്നുള്ളത് ഒരിക്കലും സമയക്ലിപ്തയോടുകൂടി പാലിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉറപ്പായും അത് തന്നെയാണ് രഞ്ജിത്ത്. ഇപ്പം നമുക്ക് കാണാം, പിന്നിട്ട പാതയോരങ്ങളിൽ ഒരുപാട് പ്രായത്തെ മറന്നുകൊണ്ട് പ്രായമുള്ളവർ, കുഞ്ഞു കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതുവഴി പോകുന്ന ബസ്സുകളിൽ നിന്ന് തല പുറത്തേക്കിട്ട് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നവരുണ്ട്. ഈ വഴികളിൽ ഇരുഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു ഭാഗത്ത് കൂടിയാണ് VSന്റെ വിലാപയാത്ര പോകുന്നതെങ്കിൽ പോലും മറുഭാഗത്ത് പൂർണ്ണമായും ഗതാഗത കുരുക്കാണ്. അത്രമേൽ ഈ നഗരം ഞെരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അത്യാവശ്യം റോഡിന് വീതിയുള്ള ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ VSനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പോകുന്നത്. ഇവിടെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആളുകൾ നിറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യന് അദ്ദേഹം ഈ അർഹിച്ച ഒരു യാത്രയയപ്പ് നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശക്തനായ നേതാവ്, CPIMനെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രഗത്ഭനായ നേതാവ്, ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ നേതാവ്, എല്ലാ സാധാരണ മനുഷ്യരുടെയും ഒരു പ്രതീക്ഷയായ നേതാവ്. ആ നേതാവിന് ഈ നാട് വീരോചിത യാത്രയയപ്പ് നൽകുകയാണ്. തൊട്ടടുത്ത് പട്ടം സ്കൂൾ പിന്നിട്ട് ഇനിയിപ്പോൾ കേശവദാസപുരത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. VSനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇതാ ഞങ്ങൾക്ക് പിറകിൽ. ഓരോ വാഹനങ്ങളും ഈ വിലാപയാത്രയുടെ ഭാഗമായി മാറുന്നു. ഇന്നലെ 3:20 തിരുവനന്തപുരം പട്ടം ആശുപത്രിയിലാണ് ഒരുപാട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം VS മരണത്തിന് കീഴടങ്ങിയത്. അതിനുശേഷം ആശുപത്രിയിലേക്കും AKG സെന്ററിലേക്കും ആളുകളുടെ നിലയ്ക്കാത്ത ഒഴുക്കായിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകി വീട്ടിൽ പൊതുദർശനമില്ലെന്ന് പറഞ്ഞ് അവിടെയും കണ്ണേ കരളെ VS എന്ന് വിളിക്കാൻ ആളുകൾ കൂട്ടമായി എത്തി. അവിടെയും ഗേറ്റ് തുറന്നു കൊടുക്കേണ്ടി വന്നു VSനെ അവസാനമായി കാണാൻ. അങ്ങനെ ഇന്ന് രാവിലെ 8:30 ദർബാർ ഹാളിലേക്ക് എടുത്തപ്പോഴും ആയിരങ്ങളായിരുന്നു അവിടെയും കാത്തുനിന്നത്. ദർബാർ ഹാളിൽ 2:30 പുറപ്പെട്ട് ഇപ്പോൾ സമയം 4:15, 1 മണിക്കൂറും 45 മിനിറ്റും പിന്നിടുന്ന സമയത്തും ആകെ എത്തിയത് പട്ടം മാത്രമാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് പട്ടത്തിലേക്കുള്ള ദൂരം ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രമാണ്. ആ 4 കിലോമീറ്റർ പിന്നിടാൻ ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് സമയമെടുക്കുന്നെങ്കിൽ 155 കിലോമീറ്റർ താണ്ടേണ്ടതുണ്ട്. വൈകുന്നേരമാകുമ്പോഴേക്ക് ആളുകളുടെ എണ്ണം കൂടും. അവസാനമായി കാണേണ്ട ആളുകൾ കൂടുതൽ വരും. കാരണം VSനെ സ്നേഹിച്ചവർ സാധാരണ മനുഷ്യരാണ്, കൂലിപ്പണിക്കാരാണ് കൂടുതൽ. അവർ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അവരുടെ പണി കഴിഞ്ഞ് ആളുകൾ വൈകിട്ട് വരുമ്പോൾ ജനക്കൂട്ടം കൂടും, അല്ലെ VS രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഈ ആൾക്കൂട്ടം ഒരിക്കലും VSനെ സംബന്ധിച്ചൊരു പുത്തരിയല്ല. കാരണം VSനെ കാത്തിരിക്കുന്ന ആൾക്കൂട്ടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളിൽ, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ VSനെ കാത്ത ആയിരങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രസംഗം കേൾക്കാൻ കാത്തിരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിനൊരു അന്ത്യയാത്രാമൊഴി കൊടുക്കുമ്പോൾ അതിലും ആൾക്കൂട്ടം ഇങ്ങനെ തിങ്ങി ഓരോ ദിക്കിലും ഓരോ വഴിയിലും ആൾക്കൂട്ടം ഇങ്ങനെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് ജനങ്ങളെ മടുപ്പിക്കുന്ന കാത്തിരിപ്പല്ല. കാരണം ഇവിടെ ഓരോരുത്തരും കാത്തിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവിനാണ്. ആ പ്രിയപ്പെട്ട നേതാവിന് ഒരു അവസാന യാത്രാമൊഴി നൽകുക എന്നുള്ളതാണ്. അർജുൻ, നോക്കൂ, ഈ തിരുവനന്തപുരമായിരുന്നു VSനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി. ആ കർമ്മഭൂമിയിൽ VS എക്കാലത്തും സജീവമായിരുന്നു. 1967 മുതൽ അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുമുതൽ അദ്ദേഹം സജീവമായിരുന്ന ആ തിരുവനന്തപുരത്ത് നിന്ന് സുജയ ഇപ്പോൾ അദ്ദേഹം മടങ്ങുകയാണ്.